Good morning, dear students. Good morning. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? എല്ലാവരും എടുത്തോ? ഓക്കെ, അപ്പോൾ നമ്മൾ പൊളിറ്റിക്സിലെ 2 ചാപ്റ്റർ സ്റ്റഡി ചെയ്തു, ജോഗ്രഫിയിലെ 2 ചാപ്റ്റർ സ്റ്റഡി ചെയ്തു, ഹിസ്റ്ററിയിലെ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് അങ്ങനെയല്ലേ, 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചു ജോഗ്രഫി, സെക്കൻഡ് യൂണിറ്റിൽ 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചു ഹിസ്റ്ററി, തേർഡ് യൂണിറ്റിൽ 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചു പൊളിറ്റിക്സ്. അപ്പോൾ ഈ ഒരു 3 പാർട്ടിൽ ഈ 2 ചാപ്റ്റേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്തു. അടുത്ത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആദ്യം നമ്മുടെ ജോഗ്രഫി പാർട്ടിൽ നമ്മുടെ ജോഗ്രഫി പാർട്ടിൽ തേർഡ് ചാപ്റ്റർ ആയ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്. എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ്? അതായത് തേർഡ് ചാപ്റ്റർ. ഓക്കെ, നമുക്ക് നോക്കിയാലോ? നമ്മുടെ പേജ് നമ്പർ എത്ര നോക്കിക്കേ? 20. പേജ് നമ്പർ 20 എടുത്തോ എല്ലാവരും? ഓക്കെ, അതിൽ നമ്മുടെ ഇക്വേറ്റർ എന്താണ്, ടൈം സോൺസ്, സ്റ്റാൻഡേർഡ് ടൈം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറേയൊക്കെ അറിയാമായിരിക്കും അല്ലേ? നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടീച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കണ്ടോ? ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ യു ലേൺ ദാറ്റ് ടു ലൊക്കേറ്റ് എ പ്ലേസ് യു നീഡ് ടു നോ ഇറ്റ്സ് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ ഫ്രം അനദർ നോൺ പ്ലേസ് ഓർ പോയിന്റ്. അപ്പോൾ എന്താണ്? ഒരു സ്ഥലം കണ്ടെത്തുന്നതിന് അല്ലേ, നമുക്ക് അറിയാവുന്ന മറ്റൊരു സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്നോ അതിന്റെ ദൂരവും ദിശയും നമുക്ക് അറിയേണ്ടതുണ്ട്. എന്താണ്? ഒരു സ്ഥലത്തിന്റെ ദൂരം കണ്ടെത്തുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ഥലവുമായിട്ട് നമുക്ക് അറിയാവുന്ന മറ്റൊരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്നോ ആ പോയിന്റിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ദൂരവും ദിശയും നമുക്ക് അറിയണം. ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ മാപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്തായിരുന്നു അല്ലേ? ദൂരവും ദിശയൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഭൂമിയിലെ അല്ലേ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് നമ്മൾ റെഫറൻസ് പോയിന്റുകൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ് റെഫറൻസ് പോയിന്റ്? നോക്കിക്കേ, എന്താ റെഫറൻസ് പോയിന്റ്? The point in reference to which the location of another place is given is called a reference point. ഇല്ലേ, നമ്മൾ ആ ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും മറ്റൊരു സ്ഥലത്തിന്റെ ദൂരം അല്ലെങ്കിൽ ദിശയൊക്കെ കണ്ടുപിടിക്കുന്നത്. ഈ രീതിയിൽ ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് നമ്മൾ 2 റെഫറൻസ് പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? The 2 reference points for locating places on the earth are the North Pole and the South Pole. ഏതൊക്കെയാണ് 2 റെഫറൻസ് പോയിന്റ്? നോർത്ത് പോളും സൗത്ത് പോളും അല്ലേ? ഏതൊക്കെയാണ്? നോർത്ത് പോളും സൗത്ത് പോളും. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ആണ് എന്ത്? 2 റെഫറൻസ് പോയിന്റ്. നമ്മൾ ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന 2 എന്താണ് റെഫറൻസ് പോയിന്റുകളാണ് നോർത്ത് പോളും സൗത്ത് പോളും. ഓക്കെ, ക്ലിയർ ആയോ? നോക്കിക്കേ, North Pole and South Pole are the basic reference point. 2 sets of imaginary circle are drawn around the globe to help us locate places. അപ്പോൾ നമ്മുടെ ഗ്ലോബിന് ചുറ്റും ഇല്ലേ എന്ത് വരയ്ക്കും? നമ്മൾ ഇമാജിനറി 2 സെറ്റ്സ് ഓഫ് ഇമാജിനറി സർക്കിൾസ് വരയ്ക്കുന്നുണ്ട്. അത് എന്തിനാണ്? സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനാണ് ആ 2 സർക്കിൾസ് നമ്മൾ അങ്ങനെ വരയ്ക്കുന്നത്, ഇമാജിനറി സർക്കിൾസ്. നോക്കിക്കേ, set of circles is drawn horizontally between the 2 poles. ആ 2 പോൾസിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെറ്റ് ഓഫ് സർക്കിൾ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. These circles are parallel to each other and are called parallels of latitude or parallels. അപ്പോൾ അതിനെ നമ്മൾ പാരലൽ സമാന്തരങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് 2 ആ ഒരു നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെയും ഇല്ലേ ആ ഒരു 2 പോയിന്റിന്റെ ഇടയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു സെറ്റ് സർക്കിൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പാരലൽ അല്ലെങ്കിൽ എന്താണ് പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. The other set of circles is drawn through the poles. Half of each circle running from the north pole to the south pole is called a meridian of longitude or a meridian. അപ്പോൾ എന്താണ്? അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 2 പോളിലൂടെ നമ്മൾ എന്ത് വരയ്ക്കുന്നുണ്ട്? ആ 2 പോളിലും വരത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ, ഒരു സെറ്റ് ഓഫ് സർക്കിൾ വരയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ മെറിഡിയൻ ഓഫ് ലോങ്ങിറ്റ്യൂഡ് ഓഫ് മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് നമ്മൾ 2 റെഫറൻസ് പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നോർത്ത് പോൾ ആണ്, മറ്റേതേതാ? സൗത്ത് പോൾ, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത നോക്കിക്കേ, നെയിം ദ 2 സെറ്റ്സ് ഓഫ് ഇമാജിനറി സർക്കിൾസ് ദാറ്റ് ഹെൽപ്പ് us locate places on the earth. അപ്പോൾ ഏതാണ് നമ്മുടെ ആ ഒരു അല്ലേ ഭൂമിയിലെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്താൻ സഹായിക്കുന്ന ആ 2 കൂട്ടം എന്താണ്? സാങ്കല്പിക സർക്കിൾസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ
ഏതാ? two sets of imaginary circles that help us to locate places on the earth are parallels of latitude or parallels, meridians of longitude or meridians. നമ്മൾ പറഞ്ഞു എന്താണ്? ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടെത്താൻ നമ്മൾ രണ്ട് റെഫറൻസ് പോയിന്റുകൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ? അത് ഏതൊക്കെയാണ്? നോർത്ത് പോളും സൗത്ത് പോളും. അതുപോലെ നമ്മൾ ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടെത്താനായിട്ട് രണ്ടു കൂട്ടം ഒരു ഇമാജിനറി സർക്കിൾസ് വരയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഒന്ന് നമ്മൾ ഒരു സെറ്റ് ഓഫ് സർക്കിൾസ് എങ്ങനെ വരയ്ക്കുന്നു? രണ്ട് പോയിന്റിനും ഇടയിലൂടെ വരയ്ക്കുന്നു, ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്നു. മറ്റേത് നമ്മൾ എന്ത് ചെയ്യുന്ന രണ്ട് പോളിലും വരത്തക്ക രീതിയിൽ വരയ്ക്കുന്നത്, രണ്ട് പോയിന്റിലും വരത്തക്ക രീതിയിൽ വരയ്ക്കുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽസ്. ആ ഒരു ഇമാജിനറി സർക്കിൾസ് അല്ലേ, ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സാങ്കല്പിക വൃത്തങ്ങൾ, ഇമാജിനറി സർക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാരലൽസ് എന്നും അല്ലേ, മെറിഡിയൻ എന്നും. ഇതൊക്കെയാണ് parallels and meridian. Parallels and meridian. Parallels and meridian. Parallels of latitude or parallels of longitude or meridian. അല്ലേ? ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞു രണ്ട് എന്താണ് റെഫറൻസ് പോയിന്റുകൾ, ഭൂമിയിലെ സ്ഥലം കണ്ടെത്താനായിട്ട് റെഫറൻസ് പോയിന്റുകൾ യൂസ് ചെയ്യുന്നു. അതാണ് നോർത്ത് പോളും സൗത്ത് പോളും. ഇനി നമ്മൾ ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് നമ്മൾ എന്താണ് സാങ്കല്പിക വൃത്തങ്ങൾ, ഇമാജിനറി സർക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പാരലൽസ്, മെറിഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് അല്ലെങ്കിൽ മെറിഡിയൻസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇക്വേറ്റർ. എന്താണ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ? എന്താണ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ? ഓക്കെ, എന്താ നമുക്ക് ഇക്വേറ്റർ നോക്കിയാലോ? ശ്രദ്ധിച്ചേ. ദ ഇക്വേറ്റർ ഈസ് ആൻ ഇമാജിനറി സർക്കിൾ ഡ്രോൺ അറൗണ്ട് ദ ഗ്ലോബ് എക്സാക്ട്ലി ഹാഫ് വേ ബിറ്റ്വീൻ ദ ടു പോൾസ്. ഇപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്? ദ ഇക്വേറ്റർ ഈസ് ആൻ ഇമാജിനറി സർക്കിൾ, ഒരു സാങ്കല്പിക വൃത്തം അല്ലേ, ഒരു സാങ്കല്പിക വൃത്തമാണ് ഇക്വേറ്റർ, ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഡ്രോൺ around the globe exactly halfway between the two poles. ഇപ്പൊ എന്താണ് ഭൂമധ്യരേഖ? രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ നമ്മൾ ഭൂഗോളത്തിന് ചുറ്റും വരയ്ക്കുന്ന ഒരു സാങ്കല്പിക വൃത്തം. എന്താണ്? രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ നമ്മൾ നേരത്തെ പോലെ നോർത്ത് പോളും സൗത്ത് പോളും, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും, ആ രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ അല്ലെ ഭൂഗോളത്തിന് ചുറ്റും വരയ്ക്കുന്ന ഒരു സാങ്കല്പിക വൃത്തമാണ് എന്തെന്ന് പറയുന്നത്? ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. എന്താണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ്? The equator is an imaginary circle. ഒരു ഇമാജിനറി സർക്കിൾ ആണ് ഇക്വേറ്റർ. Drawn around the globe. അല്ലേ, നമ്മുടെ ആ ഒരു ഗ്ലോബിന് ചുറ്റും, ഭൂഗോളത്തിന് ചുറ്റും എക്സാക്ട്ലി ഹാഫ് വേ ബിറ്റ്വീൻ ദ ടു പോൾസ്, ആ രണ്ട് ധ്രുവങ്ങളെയും ഇല്ലേ നമ്മൾ ഹാഫ് ആക്കിക്കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സാങ്കല്പിക വൃത്തം, ഭൂഗോളത്തിന് ചുറ്റും വരയ്ക്കുന്ന ആ ഒരു സാങ്കല്പിക വൃത്തത്തെയാണ് നമ്മൾ ഇക്വേറ്റർ, ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നത്. ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം. വാട്ട് ഈസ് ഇക്വേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ എന്തെഴുതും? ദ ഇക്വേറ്റർ ഈസ് ആൻ ഇമാജിനറി സർക്കിൾ. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമാജിനറി സർക്കിൾ ആണ്. ഡ്രോൺ അറൗണ്ട് ദ ഗ്ലോബ് അല്ലേ, ഗ്ലോബിന് ചുറ്റും, ഭൂഗോളത്തിന് ചുറ്റും വരയ്ക്കുന്നു. എക്സാക്ട്ലി ഹാഫ് വേ ബിറ്റ്വീൻ ദ ടു പോൾസ്. അപ്പം ആ ഒരു രണ്ട് പോൾസിനെയും നമ്മൾ എന്താണ് ഹാഫ് ആക്കിക്കൊണ്ട് പകുതി പകുതിയായി മാറ്റിക്കൊണ്ട് നമ്മൾ ആ ഭൂഗോളത്തിന് ചുറ്റും വരയ്ക്കുന്ന ഒരു സാങ്കല്പിക വൃത്തമാണ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ, ക്ലിയർ ആയില്ലേ? നോക്കിക്കേ. This imaginary circle cut the globe into two equal parts called hemisphere. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖ അല്ലേ, ഇക്വേറ്റർ എന്താന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ഇക്വേറ്റർ? ഒരു ഇമാജിനറി ലൈൻ ആണെന്ന് പറഞ്ഞു അല്ലേ, ഒരു ഇമാജിനറി സർക്കിൾ ആണ് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ എന്താ പറഞ്ഞത്? അത് എന്ത് ചെയ്യുന്നു? രണ്ട് പോളിനെയും അല്ലേ പകുതി പകുതിയായിട്ട് വിഭജിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. നോക്കിക്കേ, ദ ഇമാജിനറി സർക്കിൾ കട്ട് ദ ഗ്ലോബ് ഇൻടു ടു ഈക്വൽ പാർട്ട്. ഈ ഒരു ഇമാജിനറി സർക്കിൾ നമ്മൾ ഗ്ലോബിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. ഈസ് കാൾഡ് ഹെമിസ്ഫിയർ. അതിനാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ഹെമി മീൻസ് ഹാഫ്. ഈ ഹെമി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഹാഫ്, പകുതി അല്ലേ. നോക്കിക്കേ അടുത്തത്, the part of the globe which lies to the north of the equator is called the northern hemisphere. എന്താ നമ്മൾ പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ഈ ഒരു ഇമാജിനറി സർക്കിൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗ്ലോബിനെ രണ്ട് ഈക്വൽ പാർട്ടാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഗ്ലോബിന്റെ ആ ഒരു ഭാഗം നോർത്തിലാണ് കിടക്കുന്നത്
കിടക്കുന്നതെങ്കിൽ അല്ലേ, രണ്ടാക്കുന്ന അതിലെ ഒരു ഭാഗം ഒരു പാർട്ട് നോർത്തിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞു ഗ്ലോബിനെ രണ്ട് ഈക്വൽ പാർട്ടാക്കി ഒരു ഇമാജിനറി സർക്കിൾ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒരു പാർട്ട് നമ്മൾ നോർത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇനി എന്താ നോക്കിക്കേ, while the part which lies to the south is called southern hemisphere. ആ ഗ്ലോബിന്റെ ഒരു പാർട്ട് സൗത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? അതിനെ സൗത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? സൗത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. ഇപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്? ഗ്ലോബിനെ ഒരു ഇമാജിനറി സർക്കിൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒരു പാർട്ട് നോർത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും, അതിലൊരു പാർട്ട് സൗത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സൗത്തേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കുന്നു. നോക്കിക്കേ, ഇന്ത്യ ഈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. വൈൽ ഓസ്ട്രേലിയ ഈസ് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. ഓസ്ട്രേലിയ എവിടെ സ്ഥിതി ചെയ്യുന്നത്? സൗത്തേൺ ഹെമിസ്ഫിയർ. നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്? നമ്മുടെ രണ്ട് റെഫറൻസ് പോയിന്റ് ഉണ്ട്. ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ രണ്ട് റെഫറൻസ് പോയിന്റുകൾ യൂസ് ചെയ്യുന്നു. അത് ഏതൊക്കെയായിരുന്നു? നോർത്ത് പോളും സൗത്ത് പോളും, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. അതുപോലെ നമ്മൾ പറഞ്ഞു ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് നമ്മൾ രണ്ട് ഇമാജിനറി സർക്കിൾസ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു? പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഓർ പാരലൽസ്, അല്ലെങ്കിൽ മെറിഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് ഓർ മെറിഡിയൻസ്. പിന്നെ നമ്മൾ എന്താണ് ഇക്വേറ്റർ എന്ന് നോക്കിയില്ലേ? എന്തായിരുന്നു ഇക്വേറ്റർ? ഇക്വേറ്റർ എന്ന് വെച്ചാൽ ഒരു ഇമാജിനറി സർക്കിൾ ആണ് അല്ലേ. ഇക്വേറ്റർ ഈസ് ആൻ ഇമാജിനറി സർക്കിൾ ഡ്രോൺ അറൗണ്ട് ദ ഗ്ലോബ്. ഗ്ലോബിന് ചുറ്റും വരയ്ക്കുന്ന അല്ലെ, രണ്ട് ധ്രുവങ്ങൾക്കിടയിലൂടെ ഗ്ലോബിന് ചുറ്റും വരയ്ക്കുന്ന ഒരു ഇമാജിനറി സർക്കിൾ ആണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞു. ഈ ഇക്വേറ്റർ എന്ത് ചെയ്യുന്നു? ആ ഒരു ഇമാജിനറി സർക്കിൾ നമ്മുടെ ഗ്ലോബിനെ രണ്ട് ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നു. അതുപോലെ ആ ഡിവൈഡ് ചെയ്യുന്നതിലെ ഒരു പാർട്ട് നോർത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും, അതിൽ ഒരു പാർട്ട് സൗത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സൗത്തേൺ ഹെമിസ്ഫിയർ എന്നും വിളിച്ചു. ഇന്ത്യ ഏത് ഹെമിസ്ഫിയറിലാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. ഓസ്ട്രേലിയ സൗത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അടുത്ത നോക്കിക്കേ, നമ്മൾ നോക്കുന്നത് ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് അല്ലേ, ഒരു സ്ഥലത്തിന്റെ അക്ഷാംശം. അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. The latitude of a place is its angular distance north or south of the equator. അതായത് നമ്മുടെ എന്താണ് ഒരു ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ്, ഒരു സ്ഥലത്തിന്റെ അക്ഷാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് നോർത്ത് ഓർ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ അല്ലേ. ഭൂമധ്യരേഖയിൽ നിന്നുള്ള ആ ഒരു സ്ഥലത്തിന്റെ ആംഗുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ഒരു സ്ഥലത്തിന്റെ അക്ഷാംശം എന്ന് പറയുന്നത്. എന്താണ്? ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ഈസ് ഇറ്റ്സ് ആംഗുലർ ഡിസ്റ്റൻസ് നോർത്ത് ഓർ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ആ ഇക്വേറ്ററിൽ നിന്ന് ഒന്നുകിൽ നോർത്ത് ആവാം അല്ലെങ്കിൽ സൗത്തിലേക്കാവാം. ആ ഒരു രീതിയിലുള്ള അതിന്റെ ആംഗുലർ ഡിസ്റ്റൻസ് ആണ് ഒരു സ്ഥലത്തിന്റെ എന്താണ് ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ് ദ പൊസിഷൻ ഓർ ലൊക്കേഷൻ ഓഫ് എ പ്ലേസ് ഫ്രം ദ ഇക്വേറ്റർ. അതെന്താണ് കാണിക്കുന്നത്? ആ ഒരു സ്ഥലത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ അല്ലേ, ഭൂമധ്യരേഖയിൽ നിന്ന് ആ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് പൊസിഷൻ ആണ് ഈ ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നത്. നോക്കിക്കേ, ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ഈസ് മെഷേർഡ് ഇൻ ഡിഗ്രീസ് ഇല്ലേ. ഒരു സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇൻ ഡിഗ്രീസ്. ഡിഗ്രീസിലാണ് നമ്മൾ അതിന്റെ ഒരു സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത്. ഡിഗ്രീസിലായിരിക്കും. ഈച്ച് ഡിഗ്രി ഈസ് ഡിവൈഡഡ് ഇൻടു 60 ഈക്വൽ പാർട്സ് കാൾഡ് മിനിറ്റ്സ്. അപ്പൊ അതിലെ ഓരോ ഡിഗ്രിയെ ഈച്ച് ഡിഗ്രി ഈസ് ഡിവൈഡഡ് ഇൻടു 60 ഈക്വൽ പാർട്സ്. അതിലെ ഓരോ ഡിഗ്രിയെ നമ്മൾ 60 ഈക്വൽ പാർട്സ് ആയിട്ട് വീണ്ടും മാറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് വിളിക്കുന്നത്. എ മിനിറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു 60 ഈക്വൽ പാർട്സ് കാൾഡ് സെക്കൻഡ്സ്. ആ ഓരോ മിനിറ്റിനെയും നമ്മൾ വീണ്ടും 60 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ സെക്കൻഡ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ഈസ് ഇറ്റ്സ് ആംഗുലർ ഡിസ്റ്റൻസ് നോർത്ത് ഓർ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ അല്ലെ. ഇക്വേറ്ററിൽ നിന്നുള്ള അതിന്റെ ആംഗുലർ ഡിസ്റ്റൻസ് ഒന്നുകിൽ സൗത്ത് ആവും അല്ലെങ്കിൽ നോർത്ത് ആവും. അതാണ് ഒരു സ്ഥലത്തിന്റെ അക്ഷാംശം, ലാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നത്. The latitude of a place is measured in degrees. ഒരു സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഡിഗ്രിയിലാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്. ആ ഓരോ ഡിഗ്രിയെ നമ്മൾ 60 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ മിനിറ്റ്സ് എന്ന് വിളിക്കുന്നു. ആ ഓരോ മിനിറ്റ്സിനെ വീണ്ടും നമ്മൾ 60 പാർട്ടായിട്ട്
ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ സെക്കൻഡ്സ് എന്ന് വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ലോക്കേറ്റഡ് നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ഹാവ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പൊ എന്താണ് ആ ഒരു ഭൂമധ്യരേഖയിലെ ആ ഒരു സ്ഥലം ഇല്ലേ, ഭൂമധ്യരേഖയിൽ ആ ഒരു സ്ഥലം നോർത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അത് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. എന്താണ് നമ്മുടെ നോർത്ത് അക്ഷാംശമായിരിക്കും അത്. Similarly, places to the south of the equator have south latitudes. അപ്പൊ എന്താണ് ആ ഒരു അതിന്റെ ഒരു ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഇക്വേറ്ററിൽ നിന്ന് സൗത്ത് ആണെങ്കിൽ അതിന്റെ ലാറ്റിറ്റ്യൂഡ് എന്താ സൗത്ത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതായത് നോർത്തിലാണ് കിടക്കുന്നതെങ്കിൽ അത് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും, സൗത്തിലാണ് ആ പ്ലേസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അത് സൗത്ത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ നോർത്ത് പോൾ ഈസ് 90 ഡിഗ്രി നോർത്ത് ആൻഡ് ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ സൗത്ത് പോൾ ഈസ് 90 ഡിഗ്രി സൗത്ത്. അപ്പം എന്താണ് ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ നോർത്ത് പോൾ, നോർത്ത് പോളിന്റെ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം എത്ര ആയിരിക്കും? 90 ഡിഗ്രി നോർത്ത് ആയിരിക്കും. അതുപോലെ നമ്മുടെ സൗത്ത് ലാറ്റിറ്റ്യൂഡിന്റെ ഡിഗ്രി എത്രയാണ്? 90 ഡിഗ്രി സൗത്ത് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നോക്കിക്കേ, ഇതാണ് പാരലൽ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ പാരലലും മെറിഡിയനും എന്താണ് നമ്മൾ നോക്കിയാണ്. അതിൽ എന്താണ് പാരലൽ എന്നാണ് നമ്മൾ ഒന്നുകൂടി പഠിക്കാൻ പോകുന്നത്. എന്താണ് പാരലൽ? എന്താണ് പാരലൽ സംഭവങ്ങൾ? എന്താണ് നോക്കിക്കേ, parallels and meridians are two sets of imaginary circles drawn around the globe. ഇല്ലേ, നമ്മൾ ഗ്ലോബിന് ചുറ്റും വരയ്ക്കുന്ന രണ്ട് ഇമാജിനറി സർക്കിൾസ് ആണ് പാരലൽസ് എന്നും ഗ്ലോബ്സ് എന്നും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ എന്താണ് പാരലൽ നോക്കിക്കേ, സർക്കിൾസ് ഡ്രോൺ ഹൊറിസോണ്ടലി ബിറ്റ്വീൻ ദ ടു പോൾസ് പാരലൽ ടു ഈച്ച് അതർ കാൾഡ് പാരലൽസ്. അതായത് നമ്മൾ സർക്കിൾസ് എങ്ങനെ വരയ്ക്കുന്നു? ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്നു അല്ലേ, തിരശ്ചീനമായി വരച്ചിരിക്കുന്നു, ഹൊറിസോണ്ടലായി വരച്ചിരിക്കുന്നു. ആ രണ്ട് പോൾസിന് ഇടയിലൂടെ നമ്മൾ അതിനെ തിരശ്ചീനമായിട്ട് വരയ്ക്കുന്നു, ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്നു. ടു ഈച്ച് അതർ കാൾഡ് പാരലൽസ്. അതെന്താണ് പാരലൽ ആയിരിക്കും, അത് ഓരോന്നും മറ്റൊന്നിന് സമാന്തരമായിട്ട് ഇങ്ങനെ തിരശ്ചീനമായിട്ട് വരച്ചിരിക്കുന്ന ആ ഇമാജിനറി സർക്കിൾസിനെയാണ് നമ്മൾ പാരലൽസ് എന്ന് വിളിക്കുന്നത്. പാരലൽസ് സർക്കിൾസ് ഡ്രോൺ ഹൊറിസോണ്ടലി ബിറ്റ്വീൻ ദ ടു പോൾസ് പാരലൽസ് ടു ഈച്ച് അതർ കാൾഡ് പാരലൽസ്. ഇനി സൈസ് ഓഫ് ദ പാരലൽസ്, ഈ ഓരോ പാരലലിനും സൈസ് ആണല്ലോ, ഈ ഓരോ സമാന്തരങ്ങൾക്കും സൈസ് ആണ്. ദ പാരലൽസ് ആർ സർക്കിൾസ് ഓഫ് വേരിയിങ് ലെങ്ത്. അപ്പോൾ പാരലൽസിന്റെ സൈസ് എന്താണ്? അത് സർക്കിൾ ആണില്ലേ. പാരലൽസ് ഓഫ് സൈസ് എന്ന് വെച്ചാൽ എന്താണ്? സർക്കിൾ ആണ്. വേരിയിങ് ലെങ്ത്, ഓരോ സർക്കിളിനും ഓരോ ലെങ്ത് ആയിരിക്കും. വേരിയിങ് ലെങ്ത് അല്ലെ, മാറിക്കൊണ്ടിരിക്കുന്ന ലെങ്ത് ആയിരിക്കും അതിന്. നോക്കിക്കേ, the length of the parallels decrease gradually from the equator to the poles. അപ്പം ഇക്വേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്ന് പോൾസിലേക്ക് വരുന്നതോറും ആ ലെങ്ത്, ആ ഒരു സർക്കിളിന്റെ ലെങ്ത് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കാമെങ്കിൽ നോക്കിക്കേ, you have learned to how the equator act as very important reference line. ഭൂമധ്യരേഖ എങ്ങനെയാണല്ലേ ഇമ്പോർട്ടന്റ് റെഫറൻസ് ലൈൻ ആയിട്ട് മാറിയെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. There are other parallels which are important because they help to divide the earth into different zones. അപ്പം ഈ പാരലൽസ് എന്ത് ചെയ്യുന്നു? എർത്തിനെ ഡിഫറെന്റ് സോൺ ആയിട്ട് അല്ലേ, പല പല മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ പാരലൽസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ എർത്തിനെ പല പല മേഖലകളായിട്ട് ഡിഫറെന്റ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലൊരു 4 സോൺ നമുക്ക് തന്നിട്ടുണ്ട് പഠിക്കാൻ. നോക്കിക്കേ, ഫസ്റ്റ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ആദ്യത്തെ ഏതാണ്? ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. Tropic of Cancer is the parallel 23 degree 30 or 23 half north of the equator. അതായത് നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്ന് നോർത്ത് അല്ലേ വടക്കിലോട്ട് മാറി ആണ് നമ്മുടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് 23.5 ഡിഗ്രി വടക്കാണ് ഏത് ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ സ്ഥിതി ചെയ്യുന്നത്. It means that the latitude of all places on this parallel is 23 half degree north ആയിട്ട്. എന്താണ് നമ്മുടെ ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്ന് 23.5 ഡിഗ്രി വടക്കാണ് കാണപ്പെടുന്നത്. ആ ഓരോ സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 23 ഡിഗ്രി അല്ലേ, 23.5 ഡിഗ്രി വടക്കായിരിക്കും അവിടുത്തെ ഓരോ സ്ഥലത്തിന്റെ അക്ഷാംശം ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏതോ ടീച്ചർ പറഞ്ഞത് നമ്മുടെ എന്താണ് ഈ ഓരോ ഇമാജിനറി സർക്കിൾസ് നേരത്തെ പറഞ്ഞു പാരലൽസ് ഇല്ലേ, പാരലൽസ് നമ്മുടെ എർത്തിനെ പല ഡിഫറെന്റ് സോണാക്കി പല മേഖലകളാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്നത് അല്ലേ. ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് ദ പാരലൽ എന്താണ്
23°30 or 23½ അതായത് നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് വടക്ക് 23.5 ആണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഓരോ ലാറ്റിറ്റ്യൂഡ്, ഓരോ പ്ലേസിന്റെ ലാറ്റിറ്റ്യൂഡ് എന്ന അക്ഷാംശം എത്ര ആയിരിക്കും? 23.5 വടക്കായിരിക്കും, നോർത്ത് ആയിരിക്കും. Okay, the Tropic of Capricorn lies to the south of the equator at an angular distance of 23°30 from it. എവിടാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്തിലാണ്, 23.5 എവിടാണ്? സൗത്തിലാണ്. ആംഗുലർ ഡിസ്റ്റൻസ്, ഇക്വേറ്ററിന്റെ ആംഗുലർ ഡിസ്റ്റൻസ് 23.5 ആംഗുലർ ഡിസ്റ്റൻസിൽ സൗത്തിലാണ് ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ നോക്കിക്കേ, The Arctic Circle is the parallel which lies at an angular distance of 66°30 north of the equator. അപ്പോൾ എന്താണ് ഇത്? നമ്മുടെ ഇക്വേറ്ററിൽ നിന്ന് മാറി നമ്മുടെ 66° എവിടാണ്? നോർത്തിലാണ് നമ്മുടെ ഈ ഒരു ആർട്ടിക് സർക്കിൾ സ്ഥിതി ചെയ്യുന്നത്. ആർട്ടിക് സർക്കിൾ എവിടാണ് സ്ഥിതി ചെയ്യുന്നത്? 66° നമ്മുടെ ഇക്വേറ്ററിൽ നിന്ന് മാറി സൗത്തിലാണ് ഈ ഒരു ആർട്ടിക് സർക്കിൾ സ്ഥിതി ചെയ്യുന്നത്. Fourth നോക്കിക്കേ, the Antarctic Circle lies to the south of the equator at an angular distance of 66°30 from it. അതായത് നമ്മുടെ അന്റാർട്ടിക് സർക്കിൾ എവിടെ? നമ്മുടെ ഇക്വേറ്ററിൽ നിന്ന് മാറി 66° സൗത്ത് ഇല്ലേ, കിഴക്കിലാണ് നമ്മുടെ ഈ ഒരു എന്താണ് അന്റാർട്ടിക് സർക്കിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു പാരലല് നമ്മുടെ എർത്തിനെ ഡിഫറെന്റ് സോണാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദ ആർട്ടിക് സർക്കിൾ, ദ അന്റാർട്ടിക് സർക്കിൾ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അടുത്ത നമ്മൾ നോക്കുന്നത് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹീറ്റ് സോൺ. അക്ഷാംശവും പിന്നെന്താണ്? അക്ഷാംശങ്ങളും താപമേഖലകളും. ഹീറ്റ് സോൺ താപമേഖലകൾ. Okay, the parallels that you have just laid about divided the earth into various heat zones. The different zones have different type of climate and vegetation. നമ്മൾ പറഞ്ഞില്ലേ ഈ ലാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ എർത്തിനെ പല സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓരോ സോൺസിലെ ഡിഫറെന്റ് സോൺസിൽ എന്തായിരിക്കും? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റും എന്താണ് വെജിറ്റേഷനും ഒക്കെ ആയിരിക്കും അല്ലേ? ഓരോ കാലാവസ്ഥയും അവിടുത്തെ രീതിയൊക്കെ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. പാരലൽസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ എർത്തിനെ പല സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഓരോ സോൺസിലും എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ ആയിരിക്കും. ആ രീതിയിൽ നമുക്കൊരു എന്താണ് നോക്കിക്കേ, ഒരു 3 സോൺസ് പഠിക്കാൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടോറിഡ് സോൺ. എന്താണ് ടോറിഡ് സോൺ? ഫസ്റ്റ് ഏതാണ്? ടോറിഡ് സോൺ. നോക്കിക്കേ, this zone lies between the Tropic of Cancer and the Tropic of Capricorn. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഇല്ലേ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഒരു സോണാണ്, ഒരു മേഖലയാണ് ഈ ടോറിഡ് സോൺ എന്ന് പറയുന്നത്. The word torrid means hot. ഈ ഒരു ടോറിഡ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? hot. അപ്പോൾ നമുക്ക് ഉഷ്ണമേഖല, താപമേഖല എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? ടോറിഡ് സോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖല അല്ലെങ്കിൽ താപമേഖല നമുക്ക് പറയാം. കാരണം എന്താണ്? ഈ ഒരു വേർഡിന്റെ മീനിങ് തന്നെ എന്താണ്? ഹോട്ട് അല്ലെങ്കിൽ ചൂടെന്നാണ് അല്ലേ? അപ്പം ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഒരു ടോറിഡ് സോൺ എന്ന് പറയുന്നത്. ഈ ടോറിഡിന്റെ വേർഡ് മീനിങ് എന്താ? ഹോട്ട് ഇല്ലേ, ചൂട്. This zone is the hottest zone of the earth as it receives relatively direct rays of the sun throughout the year. അപ്പോൾ എന്താണ് ഈ ഒരു ഏറ്റവും ഭൂമിയിൽ നമ്മുടെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് അല്ലെങ്കിൽ ഏറ്റവും ചൂടേറിയ സ്ഥലമാണ് ഈ ഒരു ടോറിഡ് സോൺ എന്ന് പറയുന്നത്. കാരണം എന്താ? അവിടെ വർഷം മുഴുവനും നമ്മുടെ സൂര്യന്റെ രശ്മികൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്ലേസിൽ വന്ന് പതിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഒരു ഏറ്റവും ഭൂമിയിലെ ചൂട് കൂടിയ സ്ഥലമാണ്, ഒരു മേഖലയാണ് ഈ ടോറിഡ് സോൺ എന്ന് പറയുന്നത്. കാരണം എന്താണ്? വർഷം മുഴുവനും സൂര്യന്റെ രശ്മികൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഭൂമിയിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു മേഖലയിൽ വന്ന് പതിക്കുന്നുണ്ട്. നോക്കിക്കേ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ട്രോപ്പിക്കൽ സോൺ അല്ലേ? ഉഷ്ണമേഖല എന്ന് നമുക്കിതിനെ വിളിക്കാം. എന്ത് വിളിക്കാം? നമുക്ക് ഉഷ്ണമേഖല, ട്രോപ്പിക്കൽ സോൺ എന്ന് നമുക്ക് ഈ ഒരു ടോറിഡ് സോണിനെ വിളിക്കാം. എന്ത് വിളിക്കാം? ട്രോപ്പിക്കൽ സോൺ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രോപ്പിക്കൽ സോൺ. ഉഷ്ണമേഖല എന്ന് നമ്മൾ ഈ ഒരു മേഖലയെ വിളിക്കുന്നുണ്ട്, ട്രോപ്പിക്കൽ സോൺ. നോക്കിക്കേ, അബൌട്ട് ഹാഫ് ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ദിസ്. അപ്പൊ ഇന്ത്യയിലെ പകുതിയോളം ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ പകുതിയോളം ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ടോറിഡ് സോൺ അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ സോണിലാണ് ഇന്ത്യയുടെ പകുതിയോളം ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മുടെ പാരലൽ
പാനൽസ് നമ്മുടെ ഭൂമിയെ പല സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഓരോ സോൺസിലും കാലാവസ്ഥയും വെജിറ്റേഷനും ഒക്കെ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ആദ്യത്തെ മേഖല നമ്മൾ പറയുന്നത് ടോറിഡ് സോൺ ആണ്. ടോറിഡ് സോൺ എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് ഈ ഒരു ടോറിഡ് സോൺ എന്ന് പറയുന്നത്. ടോറിഡ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് തന്നെ എന്താണ്? ഹോട്ട്, ചൂടാണ്. ഈ ഒരു മേഖലയെ നമ്മൾ ട്രോപ്പിക്കൽ സോൺ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഉഷ്ണമേഖല അല്ലേ? സൂര്യന്റെ ചൂട് വർഷം മുഴുവനും ഇല്ലേ? വർഷം മുഴുവനും ആ ഒരു സൂര്യന്റെ രശ്മികൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിക്കുന്ന സ്ഥലമാണ് ടോറിഡ് സോൺ എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോറിനും ഇടയ്ക്കാണ് ഈ ഒരു പ്ലേസ് മേഖല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ, ടെമ്പറേറ്റ് സോൺ. ഏതാണ് രണ്ടാമത്തത്? ടെമ്പറേറ്റ് സോൺ. ടെമ്പറേറ്റ് സോൺ നോക്കിക്കേ, between the Tropic of Cancer and the Arctic Circle in the north and the Tropic of Capricorn and the Antarctic Circle in the south are two zones of moderate temperature called temperature zone. അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ആർട്ടിക് സർക്കിളിന്റെ നോർത്ത്. അപ്പോൾ നോർത്തിലെ ആർട്ടിക് സർക്കിളിന്റെയും എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ഇടയിലും, അതുപോലെ തന്നെ നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും അന്റാർട്ടിക് സർക്കിളിന്റെയും ഇടയിൽ സൗത്തില് സ്ഥിതി ചെയ്യുന്ന അല്ലേ എന്താണ് മിതമായ ചൂടുള്ള അല്ലെങ്കിൽ മിതമായ താപനിലയിലുള്ള രണ്ട് മേഖലകളെ, മോഡറേറ്റ് ടെമ്പറേച്ചർ ഉള്ള ആ ഒരു രണ്ട് മേഖലകളെയാണ് നമ്മൾ ടെമ്പറേറ്റ് സോൺസ് എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ടെമ്പറേറ്റ് സോൺസ് എന്ന് വിളിക്കുന്നത്. എന്താ ടീച്ചർ പറഞ്ഞത്? നമ്മുടെ നോർത്തിലെ ആർട്ടിക് സർക്കിളിന്റെയും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ഇടയിലും, അതുപോലെ നമ്മുടെ സൗത്തിലെ അന്റാർട്ടിക് സർക്കിളിന്റെയും അല്ലേ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിലുള്ള ആ ഒരു മിതമായ ചൂടുള്ള താപനിലയിലുള്ള ആ രണ്ട് മേഖലകളെയാണ് നമ്മുടെ ടെമ്പറേറ്റ് സോൺ, മിത ശീതോഷ്ണ മേഖല എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ടെമ്പറേറ്റ് മീൻസ് മോഡറേറ്റ്. ഈ ഒരു ടെമ്പറേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മോഡറേറ്റ് അല്ലെങ്കിൽ അല്ലേ മിതമായ നമ്മൾ പറയും. The sun never shine on these areas vertically. അപ്പോൾ സൂര്യൻ എന്താണ്? ഒരിക്കലും ലംബമായിട്ട് വെർട്ടിക്കലായിട്ട് ഈ ഒരു മേഖലയിൽ പതിക്കാറില്ല. In fact, the angle of the sun's rays keep decreasing as one move from the tropic to the poles. Since the rays of the sun are always slanted, these areas receive much less than the torrid zone. അപ്പോൾ എന്താണ്? ഇപ്പോൾ വാസ്തവത്തിൽ ഈ ഒരു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് നീങ്ങുമ്പോഴത്തേക്ക് എന്താണ്? സൂര്യരശ്മികളുടെ ആ ഒരു കോണുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എവിടെ നിന്നാണ്? ഉഷ്ണമേഖലയിൽ നിന്ന് അല്ലേ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്ന് ഈ ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും സൂര്യരശ്മിയുടെ ആ കോണുകൾ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്? സൂര്യന്റെ അല്ലേ കിരണങ്ങൾ എല്ലായ്പ്പോഴും ചരിഞ്ഞു വരുന്നത് കൊണ്ട് അല്ലേ ചരിഞ്ഞിരിക്കുന്നതിനാൽ മറ്റു നമ്മുടെ ടോറിഡ് സോണിനെ അപേക്ഷിച്ച് ഈ ഒരു ടെമ്പറേച്ചർ സോണിൽ ചൂട് കുറവായിരിക്കും. എന്തോ ടീച്ചർ പറഞ്ഞത്? നമ്മുടെ ഈ ഒരു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും സൂര്യന്റെ ആ ഒരു രശ്മിയുടെ കോണുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്താണ്? സൂര്യരശ്മികൾ ഇവിടെ ചരിഞ്ഞാണ് പതിക്കുന്നത് അല്ലെ, ലംബമായിട്ടല്ല, ചരിഞ്ഞ് പതിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും സൂര്യന്റെ കിരണങ്ങൾ ചരിഞ്ഞ് പതിക്കുന്നതിനാൽ എന്താണ്? നമ്മുടെ ഈ ഒരു ബാക്കിയുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു ടോറിഡ് സോണിനെ അപേക്ഷിച്ച് ഈ ടെമ്പറേച്ചർ സോണിലെ താപനില കുറവായിരിക്കും, ചൂട് കുറവായിരിക്കും. അടുത്ത മൂന്നാമത് നോക്കേ, ഫ്രിജിഡ് സോൺ. എന്താണ് ഫ്രിജിഡ് സോൺ? ഫ്രിജിഡ് സോൺ എന്താണ്? ഓക്കെ, beyond the Arctic Circle in the north and the Antarctic Circle in the south, the sun never rises much above the horizon. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ ഈ ഒരു ആർട്ടിക് സർക്കിളിന്റെ അല്ലെങ്കിൽ ആ ഒരു നോർത്തിലെ ആർട്ടിക് സർക്കിളിന്റെയും സൗത്തിലെ അന്റാർട്ടിക് സർക്കിളിന്റെ മുകളിലായിട്ട് ഇല്ലേ മുകളിലായിട്ട് എന്താണ്? ബിയോണ്ട് മുകളിലായിട്ട് സൂര്യന്റെ രശ്മികൾ ഇങ്ങനെ അധികം ഇല്ലേ ഉയർന്ന് പതിക്കാറില്ല. സോ ദീസ് ടു സോൺസ് ഗെറ്റ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രദേശങ്ങളിലെ ചൂട് കിട്ടുന്ന ചൂട് കുറവായിരിക്കും. They are the coldest regions of the earth. ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ സ്ഥലമാണ് ഈ ഒരു ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത്. These two zones are called the frigid zone. അങ്ങനെ ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ രണ്ട് മേഖലകൾ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫ്രിജിഡ് സോൺ എന്ന്. ബ്രിട്ടീഷ് പറഞ്ഞത് സൂര്യന്റെ രശ്മികൾ അല്ലെ എന്താണ് ഈ സ്ഥലങ്ങളിൽ അധികമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെ ഉയർന്ന് പതിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ എന്തായിരിക്കും? തണുപ്പ് കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞ ലാറ്റിറ്റ്യൂഡ്സ് ആണ് ഹീറ്റ് സോൺ അല്ലെ നമ്മൾ പറഞ്ഞത്. അതായത് എന്താണ് നമ്മുടെ പറഞ്ഞത്? നമ്മുടെ പാനൽസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ എർത്തിനെ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഓരോ ഡിവൈഡ് ചെയ്യുന്ന സ്ഥലത്തും ഓരോ സോണിലും എന്തായിരിക്കും? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റും ഇല്ലേ എന്താണ് വെജിറ്റേഷനും ഒക്കെ ആയിരിക്കും.
അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ മേഖലകളെ വീണ്ടും മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തു. ടോറിഡ് സോൺ എന്നും ടെമ്പറേറ്റ് സോൺ എന്നും ഫ്രിഡ്ജിഡ് സോൺ എന്നും. ടോറിഡ് സോൺ വെച്ചാൽ ഉഷ്ണമേഖലയിലെ ചൂട് കൂടുതലുള്ള പ്രദേശമാണ്. അവിടെ സൂര്യന്റെ രശ്മികൾ നേരെ അവിടെ എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ട് വന്നങ്ങ് പതിക്കുവാണ്. ഡയറക്റ്റ് ആയിട്ട് ആ സ്ഥലങ്ങളിൽ സൂര്യന്റെ ചൂട് വന്ന് വീഴുന്നു, രശ്മികൾ വന്ന് വീഴുന്നു. അതുകൊണ്ട് ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് ടോറിഡ് സോൺ എന്ന് പറയുന്നത്. ടെമ്പറേറ്റ് സോൺ എന്ന് വെച്ചാൽ എന്താണ്, അവിടെ സൂര്യന്റെ രശ്മികൾ വെർട്ടിക്കലായിട്ട് വന്ന് പതിക്കുന്നില്ല, ചരിഞ്ഞാണ് പതിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താ അവിടെ ആ ഒരു സൂര്യരശ്മികൾ നമ്മുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സൂര്യന്റെ രശ്മികൾ പ്രദേശങ്ങളിൽ ധ്രുവങ്ങളിലേക്ക് മാറുമ്പോഴേക്കും സൂര്യന്റെ രശ്മികളുടെ കോൺ എന്താ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സൂര്യരശ്മികൾ അവിടെ ചരിഞ്ഞ് പതിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ അപേക്ഷിച്ച് ടെമ്പറേറ്റ് സോണിന്റെ ചൂട് കുറവാണ്. ഫ്രിഡ്ജിഡ് സോൺ എന്ന് വെച്ചാൽ എന്താണ്, സൂര്യന്റെ രശ്മികൾ അവിടെ ആ ഒരു പ്രദേശത്തിന് മുകളിലായിട്ട് അല്ലേ ഉയർന്ന് പതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും തണുപ്പേറിയ സ്ഥലമാണ് ഫ്രിഡ്ജിഡ് സോൺ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് മെറിഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്. ഇപ്പൊ നമ്മൾ എന്താണ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആണ് പഠിച്ചില്ലേ. ഇനി മെറിഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് നോക്കിക്കേ. എന്താണ് മെറിഡിയൻസ്? നമ്മൾ ആദ്യമേ പഠിച്ചു മെറിഡിയൻസ് എന്തായിരുന്നു. എന്താണ് രണ്ട് ഇമാജിനറി സർക്കിൾസ് ആണ് ഏതൊക്കെ, പാരലൽസും മെറിഡിയൻസും. ഈ പാരലൽസ് എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു അല്ലേ. ഇനി എന്താണ് മെറിഡിയൻ നോക്കിക്കേ. Half of each circle running from the north pole to south pole is called a meridian. എന്താണ് ഉത്തര ധ്രുവത്തിൽ നിന്ന് അല്ലേ ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്ന ഓരോ സർക്കിൾസിന്റെയും പകുതിയാണ് നമ്മൾ മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഹാഫ് ഓഫ് ഈച്ച് സർക്കിൾ റണ്ണിങ് ഫ്രം ദ നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ. അതായത് ഉത്തര ധ്രുവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്ന ഓരോ സർക്കിൾസിന്റെയും പകുതിയാണ് നമ്മൾ മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. എന്താ മെറിഡിയൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതും, ഹാഫ് ഓഫ് ഈച്ച് സർക്കിൾ റണ്ണിങ് ഫ്രം ദ നോർത്ത് പോൾ ടു സൗത്ത് പോൾ അല്ലേ. ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്ന ആ ഓരോ സർക്കിൾസിന്റെയും പകുതിയാണ് നമ്മൾ മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. ഹാഫ് ഓഫ് ദ ഈച്ച് സർക്കിൾ റണ്ണിങ് ഫ്രം ദ നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ ഈസ് കാൾഡ് എ മെറിഡിയൻ. അപ്പം ഇനി മെറിഡിയൻ നമ്മൾ എന്താണ് പഠിച്ചേ, എന്താണ് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു. എന്താണ് നമ്മുടെ ഈ ഒരു ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്ന ആ ഓരോ സർക്കിൾസിന്റെയും പകുതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ. Meridian passing through the British Royal Observatory at Greenwich near London is called the prime meridian. അപ്പോൾ എന്താണ് prime meridian? The meridian passing through the British Royal Observatory at Greenwich near London. അപ്പോൾ ലണ്ടനിലെ ആ ഒരു ഗ്രീൻവിച്ചിലുള്ള നമ്മുടെ ബ്രിട്ടീഷ് റോയൽ ഒബ്സർവേറ്ററിയിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു മെറിഡിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. എന്താണ് നമ്മുടെ ആ ഒരു ലണ്ടന്റെ സമീപയിലെ ലണ്ടനടുത്തുള്ള ഗ്രീൻവിച്ചിലെ ആ ഒരു റോയൽ അല്ലെ ബ്രിട്ടീഷ് റോയൽ ഒബ്സർവേറ്ററിയിലൂടെ പാസ് ചെയ്ത് പോകുന്ന മെറിഡിയനാണ് നമ്മൾ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിക്കേ, ലോങ്ങിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ്. ഇത് നമ്മൾ ഒരു എന്താണ് രേഖാംശം അല്ലേ, ഒരു സ്ഥലത്തിന്റെ ലോങ്ങിറ്റ്യൂഡ് നോക്കുകയാണ്. The longitude of a place, it is angular distance east or west of the prime meridian. അപ്പോൾ ഒരു പ്രൈം മെറിഡിയന്റെ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റിലുള്ള ആ ഒരു ആംഗുലർ ഡിസ്റ്റൻസ് ആണ് ഒരു സ്ഥലത്തിന്റെ ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണ് ലോങ്ങിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ഈസ് ഇറ്റ്സ് ആംഗുലർ ഡിസ്റ്റൻസ് ഈസ്റ്റ് ഓർ വെസ്റ്റ് ഓഫ് ദ പ്രൈം മെറിഡിയൻ. പ്രൈം മെറിഡിയന്റെ അല്ലേ ഈസ്റ്റിലോ അല്ലെങ്കിൽ വെസ്റ്റിലോ ഉള്ള ആ ഒരു ആംഗുലർ ഡിസ്റ്റൻസ് ആണ് ഒരു സ്ഥലത്തിന്റെ എന്തെന്ന് പറയുന്നത്, ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. It is measured along the parallel which passes through the place. Longitude are also measured in degrees, minutes and seconds. അപ്പം latitude മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, എങ്ങനെയാണ് ഡിഗ്രീസ്, മിനിറ്റ്സ്, സെക്കൻഡ്സ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലോങ്ങിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത്. ഡിഗ്രീസും മിനിറ്റ്സും സെക്കൻഡും വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ലോങ്ങിറ്റ്യൂഡും മെഷർ ചെയ്യുന്നത്. നമ്മൾ എന്താണ് മെറിഡിയൻ എന്ന് നോക്കി, എന്താണ് ലോങ്ങിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ നമ്മൾ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്താണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തു. Okay, ഇനി നോക്കിക്കേ അടുത്ത ടൈം. Time can be measured on the basis of the movement of a heavenly bodies like the sun, the moon, etc. അപ്പോൾ നമ്മൾ ടൈം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, നമ്മുടെ ഹെവൻലി ബോഡീസ് അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡീസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലേ. എന്തായിരുന്നു ഹെവൻലി ബോഡീസ് അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡീസ്? എന്താണ് സണ്ണും മൂണും ഇല്ലേ, എന്താണ് പ്ലാനറ്റും അതൊക്കെ ചേർന്നിട്ടുള്ള എന്താണ് അതിനെ നമ്മൾ എന്താ സൂര്യനും ഗ്രഹങ്ങളും അതിലെ ഉപഗ്രഹങ്ങളും ഇതെല്ലാം നമ്മൾ സെലസ്റ്റിയൽ ബോഡീസിൽ പഠിച്ചതാണ് അല്ലെങ്കിൽ ഹെവൻലി ബോഡീസിൽ പഠിച്ചതാണ് അല്ലേ. സ്റ്റാർസും ഒക്കെ ഉണ്ട്.
അപ്പൊ ആ ഒരു ഹെവൻലി ബോഡീസ് ആയ സൺ മൂൺ ഇതിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈം മെഷർ ചെയ്യുന്നത്. ടൈം ക്യാൻ ബി മെഷർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ഹെവൻലി ബോഡീസ് ലൈക്ക് ദ സൺ, ദ മൂൺ എക്സെട്ര. എന്താണ്, സൺ മൂൺ തുടങ്ങിയ ഹെവൻലി ബോഡീസിനെ വെച്ചിട്ടാണ് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നത്. The sun rises and sets every day. അല്ലേ, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. Therefore, it is the best standard for measuring the time at a place. അപ്പോൾ എന്താണ്, ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു സ്ഥലത്തിന്റെ ടൈം മെഷർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്താണ്, ഈ ഒരു സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന വെച്ചിട്ട് തന്നെയാണ്, ഇല്ലേ, വെച്ച് നോക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ടൈം മെഷർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്താണ്, ആ ഒരു സൂര്യനെ വെച്ചിട്ട് നോക്കുന്നത് തന്നെയാണ്. അടുത്ത നോക്കിക്കേ, ലോക്കൽ ടൈം. The local time at a place is fixed on the basis of the apparent movement of the sun. അപ്പോൾ സണ്ണിന്റെ ആ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് വെച്ചിട്ടാണ് ഒരു സ്ഥലത്ത്, അല്ലേ, ലോക്കൽ ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ ലോക്കൽ ടൈം ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓൺ ദ ബേസിസ് ഓഫ് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. സണ്ണിന്റെ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്തിന്റെ ലോക്കൽ ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. The sun appears to move across the sky from the east to west. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് സൺ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നുണ്ട്, ഇല്ലേ. ആക്ച്വലി ഇറ്റ് ഈസ് ദ എർത്ത് വിച്ച് മൂവ് ഫ്രം ദ വെസ്റ്റ് ടു ദ ഈസ്റ്റ്. അപ്പോൾ ഇത് എന്താണ്, എർത്ത് നമ്മുടെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഈ പറയുന്നത്. എങ്ങനെയാണ് ടൈം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ടൈം ക്യാൻ ബി മെഷർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ഹെവൻലി ബോഡീസ് ലൈക്ക് സൺ അല്ലെങ്കിൽ മൂൺ. അപ്പോൾ സൺ മൂൺ തുടങ്ങിയ ഹെവൻലി ബോഡീസിനെ വെച്ചിട്ടാണ് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നത്. ഒരു പ്ലേസിലെ ലോക്കൽ ടൈം നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. സണ്ണിന്റെ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് വെച്ചിട്ടാണ് ഒരു സ്ഥലത്തെ ലോക്കൽ ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ, എന്താണ് സ്റ്റാൻഡേർഡ് ടൈം. എന്താ നമ്മൾ നോക്കുന്നത്, എന്താണ് സ്റ്റാൻഡേർഡ് ടൈം. എന്താ, the standard time is the local time of a particular meridian taken from an entire region or country. It is useful since in countries with a large east-west extent, the variation in local time is very great. Now suppose every place in such countries followed its own local time, there would be confusion over train timing, flight timing, etc. To solve this problem, a standard time has been adopted to be followed throughout that regional country. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് വെച്ചാൽ എന്താണ്, ഒരു മുഴുവൻ പ്രദേശത്തിനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ വേണ്ടിയിട്ട് എടുത്ത ഒരു പ്രത്യേക മെറിഡിയന്റെ പ്രാദേശിക സമയമാണ്, ലോക്കൽ ടൈമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നത്. എന്താണ്, ഒരു മുഴുവൻ പ്രദേശത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോ വേണ്ടി എടുത്ത, അല്ലേ, ഒരു പ്രത്യേക മെറിഡിയന്റെ ഒരു പ്രാദേശിക സമയത്തെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ്, അല്ലെ, ഒരു വലിയ കിഴക്ക് പടിഞ്ഞാറ് വ്യാപ്തിയുള്ള രാജ്യങ്ങളിൽ പ്രാദേശിക സമയത്തിലെ വ്യത്യാസം എന്ന് വെച്ചാൽ എന്തായിരിക്കും, വളരെ വലുതായിരിക്കും. അപ്പൊ ഈ ഒരു സ്ഥലങ്ങളിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്താണ്, ഉപയോഗപ്രദമായിരിക്കും. അതുപോലെ നമ്മൾ എന്താ, ഓരോ രാജ്യങ്ങളിലെ ഓരോ സ്ഥലവും അവരുടേതായ പ്രാദേശിക സമയം തിരഞ്ഞെടുത്താൽ അതെന്താ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും, അല്ലേ. ഫ്ലൈറ്റ് ടൈമും ട്രെയിൻ ടൈമും ഒക്കെ തമ്മിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ, കാരണം ഓരോ പ്രാദേശിക സ്ഥലവും അവരുടേതായ പ്രാദേശിക ടൈമൊക്കെ ഫിക്സ് ചെയ്യാം. അപ്പൊ അത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എല്ലാ ഓരോ പ്രദേശത്തിന്, ഒരു മുഴുവൻ പ്രദേശത്തിന് വേണ്ടിയിട്ട്, ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത ഈ ഒരു മെറിഡിയനെ, അല്ലെ, ഒരു പ്രത്യേക മെറിഡിയനെ വെച്ചിട്ട് ഒരു പ്രാദേശിക സമയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് എല്ലാ രാജ്യങ്ങൾക്കും വളരെ ഉപയോഗപ്രദമായിരിക്കും. അടുത്ത എന്താണ് ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് വെച്ചാൽ എന്താണ്, the time at the prime meridian is called the greenwich mean. അതായത് പ്രൈം മെറിഡിയന്റെ ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് വിളിക്കുന്നത്. ടൈം അറ്റ് ദ prime meridian is called a greenwich mean time. ഓക്കെ, ഗ്രീൻവിച്ച് മീൻ ടൈം. അടുത്ത നമ്മൾ എന്താണ് ടൈം സോൺ നോക്കിക്കേ. The world is divided into 24 time zone of an hour. അപ്പോൾ ഓരോ മണിക്കൂറിൽ എന്താണ് 24 അല്ലേ ടൈം സോൺ ആയിട്ട് നമ്മുടെ വേൾഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് സോൺ കവർ 50 ഡിഗ്രി ഓഫ് ലോങ്ങിറ്റ്യൂഡ്. ഓരോ സോണും ഇല്ലേ, ഈച്ച് സോൺ കവർ 50 ഡിഗ്രി ഓഫ് ലോങ്ങിറ്റ്യൂഡ്. ഇതെല്ലാം എന്താണ് 50 ഡിഗ്രി രേഖാംശ രേഖയെ ഇല്ലേ കവർ ചെയ്യുന്നുണ്ട്. The standard time in a time zone is based on a meridian passing centrally through the zone. നമ്മൾ പറഞ്ഞില്ലേ ഈ ഓരോ സ്റ്റാൻഡേർഡ് ടൈം, ഓരോ ടൈം സോണിലെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വെച്ചാൽ എന്തായിരിക്കും, എന്തിനെ ബേസ് ചെയ്തായിരിക്കും, മെറിഡിയൻ പാസസ് ത്രൂ
സെൻട്രലി ത്രൂ ദ സോൺ. ആ ഒരു സോണിന്റെ ആ ഒരു സോണിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു മെറിഡിയനെ വെച്ചിട്ടായിരിക്കും ഈ ഓരോ ടൈമും ഫിക്സ് ചെയ്യുക. അവിടെ എന്തോ പറഞ്ഞത് ടൈം പറഞ്ഞു. ടൈം എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? സൺ, മൂൺ തുടങ്ങിയ ഹെവൻലി ബോഡീസിനെ വെച്ചിട്ടാണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് നോക്കി, ഗ്രീൻവിച്ച് മീൻ ടൈം എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വേൾഡിനെ എന്താണ് ഡിഫറെന്റ് ടൈം സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് നോക്കിയത്? നമ്മുടെ ഭൂമിയിലെ 2 റെഫറൻസ് പോയിന്റ്സ്, ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടെത്താൻ 2 റെഫറൻസ് പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? നോർത്ത് പോളും സൗത്ത് പോളും. അതുപോലെ 2 ഇമാജിനറി സർക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഭൂമിയിലെ വേറെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇമാജിനറി സർക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ് ഓഫ് പാരലൽസ് അല്ലെങ്കിൽ പാരലൽസ്, ലോങ്ങിറ്റ്യൂഡ് ഓഫ് മെറിഡിയൻസ് അല്ലെങ്കിൽ മെറിഡിയൻസ്. പാരലലും മെറിഡിയൻ എന്ന് വെച്ചാൽ എന്താണ്? 2 ഇമാജിനറി സർക്കിൾസ് ആണ് അല്ലേ ഭൂമിയിലെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഇമാജിനറി സർക്കിൾസ് ആണ് പാരലൽസും പിന്നെ മെറിഡിയൻസും. പാരലൽസ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ആയിട്ട് 2 ധ്രുവങ്ങൾക്കിടയിലൂടെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്നതാണ് പാരലൽസ്. ഉത്തര ധ്രുവം മുതൽ ദക്ഷിണ ധ്രുവം വരെ നമ്മുടെ ഗ്ലോബിനെ ചുറ്റി വരയ്ക്കുന്ന അല്ലെങ്കിൽ ഗ്ലോബിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറിഡിയൻസ് എന്നും പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ എർത്തിനെ ഓരോ സോൺസ് ആയിട്ട് ഡിഫറെന്റ് സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്താണെന്ന് നോക്കി, ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദ ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ. അതുപോലെ ഈ ഓരോ സർക്കിളിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താണ് ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ ആണുള്ളത് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണ്? ടോറിഡ് സോൺ ഉണ്ട്, ടെമ്പറേറ്റ് സോൺ ഉണ്ട്, ഫ്രിജിഡ് സോൺ ഉണ്ട് അല്ലേ. നമ്മൾ മെറിഡിയൻ എന്താണെന്ന് നോക്കി, ലോങ്ങിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ ടൈം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നും ലോക്കൽ ടൈം എന്താണ്, സ്റ്റാൻഡേർഡ് ടൈം എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഇത്രയും നമ്മൾ പഠിച്ച നോട്ട്സ് ടീച്ചർ ഈ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതണം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ചാപ്റ്റർ ഏതാണ്? ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾ നോട്ട്സ് എഴുതണം, ടീച്ചറിന് അയച്ചു തരണം. അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. എടുക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മലയാളത്തിന്റെ പാഠത്തിന്റെ ബാക്കി കാര്യമാണ്. അതായത് നമ്മുടെ പാഠത്തിലെ തുടർ പ്രവർത്തനങ്ങൾ. കേട്ടോ, ടീച്ചർ ഇവിടെ ഓരോന്നിന്റെയും പറയുന്നത് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. നിങ്ങളത് നോക്കി നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കുക. കേട്ടോ, അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? പാഠത്തിന്റെ പേരൊക്കെ എഴുതുക അല്ലേ. എത്രാമത്തെ പാഠമായിരുന്നു നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത്? പാഠം 6 അമ്മ കൊയ്യുന്നു അല്ലേ. അപ്പൊ പാഠം 6 അമ്മ കൊയ്യുന്നു എന്നിങ്ങനെ ഹെഡിങ് എഴുതുക. എന്നിട്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കുക. ഫസ്റ്റ് ഇതാണ്, നോക്കിക്കേ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അർത്ഥമാണ് കേട്ടോ, അർത്ഥം. ഇപ്പൊ ടീച്ചർ കാണിക്കുന്ന ഇവിടെ പറഞ്ഞു തരുന്ന അർത്ഥം എല്ലാം നിങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കണം. ഓക്കെ, ഫസ്റ്റ് തേങ്ങുക. തേങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ കരയുക, പതുക്കെ കരയുക. പിന്നെ പറയുന്നത് മധ്യാഹ്നം. മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ ഉച്ച സമയം, ഉച്ചയാകുന്ന ഒരു നേരം അല്ലെ, നല്ല നട്ടുച്ച സമയം. അതാണ് എന്ത്? മധ്യാഹ്നം, ചൂട് കൂടുതലുള്ള സമയം. പിന്നെ താപം. താപം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാലേ, എന്താണ്? ചൂട് അല്ലെ. താപം എന്ന് പറഞ്ഞാൽ ചൂട്. പിന്നെ പറയുന്നത് ചായം. ചായം എന്ന് പറഞ്ഞാൽ നിറം അല്ലെ, നിറങ്ങൾ. അതാണ് എന്ത്? ചായം എന്ന് പറഞ്ഞാൽ. ചായം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിറം. പിന്നെ വിദേശ നിർമ്മിതം. അതായത് വിദേശ നിർമ്മിതം എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിർമ്മിച്ച അല്ലെ, പുറമെ വിദേശത്ത് നിന്ന് നിർമ്മിച്ച സാധനങ്ങൾ. അതാണ് എന്തെന്ന് പറയുന്നത്? വിദേശ നിർമ്മിതം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നിരത്ത്. നിരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
വഴി അല്ലെ, നമ്മൾക്ക് നടന്നു പോകാനുള്ള അല്ലെങ്കിൽ വണ്ടിയൊക്കെ പോകുന്ന വഴി, അതാണ് എന്തെന്ന് പറയുന്നത്, നിരത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വഴി. പിന്നെ പറയുന്നത് സ്വരം. സ്വരം എന്ന് പറഞ്ഞാൽ എന്താണ്, ശബ്ദം. എന്താണ്, ശബ്ദം. സ്വരം എന്ന് പറഞ്ഞാൽ ശബ്ദം. എന്താണ്, ശബ്ദം. വിളിച്ചോതുക. വിളിച്ചോതുക എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക അല്ലെ, വിളിച്ചു പറയുക. നമ്മൾക്ക് പറയാനുള്ള കാര്യം നമ്മൾ ഉറക്കെ പറയുക, വിളിച്ചു പറയുക. അതാണ് എന്തെന്ന് പറയുന്നത്, വിളിച്ചോതുക എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മമത. മമത എന്ന് പറഞ്ഞാൽ എന്താണ്, താല്പര്യം. നമുക്ക് എന്തിനോടെങ്കിലും അത് വേണം എന്നുള്ളൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ അതാണ് എന്ത്, താല്പര്യം. നമുക്ക് ഒന്നിനോട് താല്പര്യം തോന്നുക അല്ലേ. അപ്പൊ മമത എന്ന് പറഞ്ഞാൽ എന്താണ്, താല്പര്യം. പിന്നെ പറയുന്നത് സായാഹ്നം. സായാഹ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലേ, വൈകിട്ട്, വൈകുന്നേരം. സായാഹ്നം എന്ന് പറഞ്ഞാൽ അർത്ഥം വൈകുന്നേരം, വൈകിട്ട് അല്ലേ, വൈകുന്നേരം. പിന്നെ പറയുന്നത് ഇത്തിരി വട്ടം. ഇത്തിരി വട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലം അല്ലെ, കൊച്ചൊരു സ്ഥലം. അതാണ് ഇത്തിരി വട്ടം, കുറച്ച് സ്ഥലം മാത്രം. അതാണ് നമ്മൾ ഇത്തിരി വട്ടത്തിൽ നിന്ന് കളിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് മാത്രം നിന്ന് കളിക്കണം, ദൂരോട്ടൊന്നും പോകരുത്. അപ്പൊ ഇത്തിരി വട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലം. ഓക്കെ, അപ്പോ ടീച്ചർ ഇവിടെ അർത്ഥമാണ് ഇപ്പൊ പറഞ്ഞു തന്നത് നിങ്ങൾക്ക്. അത് എല്ലാ അർത്ഥവും ഒന്നും കൂടെ പറയാൻ പോവുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്കിനകത്തോടെ നിങ്ങൾ അത് എഴുതി എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചർ പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി ഒന്നുകൂടി ഇരിക്കാം. ഫസ്റ്റ് ആദ്യം പറഞ്ഞത് തേങ്ങുക, പതുക്കെ കരയുക, മധ്യാഹ്നം ഉച്ച സമയം, താപം ചൂട്, ചായം നിറം, വിദേശ നിർമ്മിതം വിദേശത്ത് നിർമ്മിച്ച, നിരത്ത് വഴി, സ്വരം ശബ്ദം, വിളിച്ചോതുക വിളിച്ചു പറയുക, മമത താല്പര്യം, സായാഹ്നം വൈകുന്നേരം, ഇത്തിരി വട്ടം ചെറിയ സ്ഥലം. ഇത്ര എഴുതിയിട്ടോ എല്ലാവരും നോട്ട്ബുക്കിനകത്തോട്ട്? സംശയമൊന്നുമില്ലേ? അടുത്തത് പറയുന്നത് എന്താന്ന് നോക്കിക്കേ. ഇനി പറയുന്നത് നമുക്ക് പഠിക്കാനായിട്ട് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ വിഗ്രഹിക്കുക. എന്താണ് വിഗ്രഹിക്കുക? നോക്കിയേ, വിഗ്രഹിക്കുക അവിടെ നമുക്ക് എത്ര എണ്ണം തന്നിട്ടുണ്ട്? 4 എണ്ണമാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. കണ്ടോ? വിഗ്രഹിക്കുക നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കണ്ടോ? കണ്ണീർ മഴ, മത്സര ഹോൾ, കാഴ്ച ശക്തി, മാതൃവാത്സല്യം. ഇങ്ങനെ 4 എണ്ണമാണ് നമ്മൾക്ക് ഉള്ളത് അവിടെ പഠിക്കാം. കേട്ടോ? നോക്കിക്കേ, ഇവിടെ കാണിക്കുന്നുണ്ട് വിഗ്രഹിക്കുക. ആദ്യം പറയുന്നത് എന്താണ്? കണ്ണീർ മഴ. എന്താണ്? കണ്ണീർ മഴ. എന്താണ്? കണ്ണീരാലുള്ള മഴ, അതായത് കരയുന്നത് അല്ലെ. നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ എന്ത് വരും? കണ്ണുനീര് വരും അല്ലെ, കണ്ണീര് വരത്തില്ലേ? അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? കണ്ണീർ മഴ അല്ലെ. മഴ പെയ്യുമ്പോൾ വെള്ളമാണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കരയുമ്പോഴും നമ്മുടെ കണ്ണിലൂടെ എന്ത് വരും? വെള്ളം വരും. അപ്പോൾ കണ്ണീർ മഴ എന്ന് പറയുന്നത് കണ്ണീരാലുള്ള മഴ. നമ്മൾ ഒരുപാട് കരയുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ ഒരുപാട് വെള്ളം വരും. അതാണ് എന്ത്? കണ്ണീർ മഴ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മത്സര ഹാൾ. മത്സര ഹാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സരത്തിനുള്ള ഹാൾ അല്ലെ. നമ്മൾക്ക് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡാൻസ് അല്ലെ, അങ്ങനെ ഡാൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾക്ക് അത് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് പോലൊക്കെ കെട്ടി അവിടെയാണ് കളിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെ. പാട്ട് പാടുകയാണെങ്കിൽ അങ്ങനെ സ്റ്റേജ് ഉണ്ട്, അവിടെയാണ് പാട്ട് പാടുന്നത്. അപ്പോൾ ആ മത്സരത്തിന് വേണ്ടിയിട്ട് അവിടെ നിർമ്മിച്ചിട്ടുള്ള ആ സ്ഥലം, മത്സരത്തിനുള്ള ഹാൾ. മൂന്നാമത്തേത് കാഴ്ച ശക്തി. കാഴ്ചയുടെ ശക്തി അല്ലെ. ഒരാൾക്ക് എത്രത്തോളം നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി എന്ന് പറയുന്നത് അല്ലെ. ചിലവർക്ക് ഒരു കണ്ണിന്റെ കാഴ്ചക്ക് എന്തെങ്കിലും കുറച്ച് കുറവ് കാണും, ഒരു കണ്ണുകൊണ്ട് നന്നായിട്ട് കാണാം അല്ലെ. ചിലർക്ക് 2 കണ്ണുകൊണ്ട് നന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് എങ്ങനെയാണോ ഒരു വസ്തുവിനെ കാണാൻ പറ്റുന്നത് അതാണ് എന്താ അവരുടെ കാഴ്ചശക്തി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മാതൃവാത്സല്യം. മാതൃവാത്സല്യം എന്ന് പറഞ്ഞാൽ മാതാവിന്റെ വാത്സല്യം. മാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളുടെ അമ്മ അല്ലെ. അപ്പം അമ്മമാരുടെ സ്നേഹം, അമ്മയുടെ വാത്സല്യം അല്ലെ. കുഞ്ഞുങ്ങളോട് അമ്മയ്ക്കുള്ള ആ ഒരു സ്നേഹം, ഇഷ്ടം അല്ലെങ്കിൽ കരുതൽ, അതൊക്കെ എന്താണ്? വാത്സല്യമാണ് അല്ലെ. അപ്പോ മാതാവിന്റെ വാത്സല്യം, അതാണ് മാതൃവാത്സല്യം എന്ന് പറയുന്നത്. ഓക്കെ, 4 എണ്ണമാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താണ്? കണ്ണീർ മഴ. എന്താണ് കണ്ണീർ മഴ വിഗ്രഹിക്കുന്നത്? കണ്ണീരാലുള്ള മഴ. പിന്നെ പറയുന്നത് മത്സര ഹാൾ. എന്താണ്? മത്സരത്തിനുള്ള ഹാൾ. പിന്നെ കാഴ്ച ശക്തി. എന്താണ്? കാഴ്ചയുടെ ശക്തി. പിന്നെ മാതൃവാത്സല്യം, അതായത് മാതാവിന്റെ വാത്സല്യം. എഴുതിയോ? ഓക്കെ, ഇനി അടുത്തത് ടെക്സ്റ്റിനകത്തുള്ളത് ശരിയായ രൂപം ഏത് എന്നുള്ളതാണ്. അപ്പൊ അത്
ആദ്യം നിങ്ങൾക്ക് ടീച്ചർ ഹോംവർക്ക് ആയിട്ട് തരികയാണ്. അവിടെ നിങ്ങൾക്ക് 2 വാക്കുകളുണ്ടല്ലേ, വരയ്ക്കുക വരയ്ക്കുക, നിശബ്ദം നിശബ്ദം, വ്യത്യസ്തം വ്യത്യസ്തം, സായാഹ്നം സായാഹ്നം, അത്ഭുതം അത്ഭുതം. അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഒരു 5 വാക്കുകളാണ് തന്നിട്ടുള്ളത്. 5 വാക്കുകൾ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് ഏതാണ് ശരിയായിട്ടുള്ളത്? ഇപ്പോ ആദ്യം പറഞ്ഞിരിക്കുന്നത് വരയ്ക്കുക, അതിന് നേരെ വരയ്ക്കുക. ആ വരയ്ക്കുക എന്ന രണ്ടും തമ്മിൽ നോക്കിയിട്ട് അതിൽ ഏതാണ് ശരിയെന്നുള്ളത് നിങ്ങൾ അവിടെ ടിക്ക് ചെയ്യുക. അത് നിങ്ങൾ എനിക്കൊന്ന് ഫോട്ടോ എടുത്തൊന്ന് ഹോംവർക്ക് ആയിട്ട് അയച്ചു തരണം. ടീച്ചർ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. വരയ്ക്കുക വരയ്ക്കുക, അത് രണ്ടും തമ്മിൽ നന്നായിട്ട് നോക്കിയിട്ട് അതിനകത്ത് ഏതാണോ വരയ്ക്കുക എന്നുള്ളത്, ഏതാണോ കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ ഏതാണ് ശരിയായിട്ട് വരയ്ക്കുക എന്നുള്ളത് ഏത് വാക്കാണ് അവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ പറയുന്നത് എന്താ നോക്കിയേ, പിരിച്ചെഴുതുക അല്ലെ, പിരിച്ചെഴുതുകയാണ് പറയുന്നത്. നോക്കിയേ 4 എണ്ണമാണ് നമ്മൾക്ക് അവിടെ ഉള്ളത്. ആദ്യം പറയുന്നത് പുറത്തെത്തിയപ്പോൾ അല്ലെ, പുറത്തെത്തിയപ്പോൾ. അപ്പൊ ടീച്ചറിന്റെ ബോർഡിൽ എഴുതിയിടാം, നിങ്ങൾ നോക്കി നോട്ട്ബുക്കിനകത്തോട്ട് എഴുതുക. ആദ്യം പറയുന്നത് പുറത്തെത്തിയപ്പോൾ. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കുക, അതിനകത്ത് ആദ്യം പറഞ്ഞിട്ടാണ് പിരിച്ചെഴുതുകയായിട്ടുള്ളതാണ് പുറത്തെത്തിയപ്പോൾ. പുറത്തെത്തിയപ്പോൾ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? പുറത്ത് അധികം എത്തിയപ്പോൾ, പുറത്ത് അധികം എത്തിയപ്പോൾ. പുറത്തെത്തിയപ്പോൾ എന്നുള്ളതിനെ പിരിച്ചെഴുതുകയാണ് പുറത്ത് അധികം എത്തിയപ്പോൾ. അടുത്തത് കൈത്തണ്ട. എന്താണ് കൈത്തണ്ട? കൈത്തണ്ട എന്നുള്ളത് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? കൈ അധികം തണ്ട. കൈത്തണ്ട എന്നുള്ളതിനെ പിരിച്ചെഴുതുകയാണ് കൈ അധികം തണ്ട. കൈ അധികം തണ്ട. എഴുതിയോ? 2 പറഞ്ഞു. പുറത്തെത്തിയപ്പോൾ എന്നുള്ളതിനെ പിരിച്ചെഴുതിയത് പുറത്ത് അധികം എത്തിയപ്പോൾ. പിന്നെ പറയുന്നത് കൈത്തണ്ട, കൈ അധികം തണ്ട. അടുത്തത് കൈവശമുള്ളവർ. കൈവശമുള്ളവർ എന്നുള്ളത് എങ്ങനെയാണ് പിരിച്ചു മാറ്റുന്നത്? കൈവശം അധികം ഉള്ളവർ. കൈവശമുള്ളവർ എന്നുള്ള വാക്ക് പിരിച്ചെഴുതുന്നത് കൈവശം അധികം ഉള്ളവർ. എഴുതിയോ? അടുത്തത് തലയുയർത്തി. എന്താണ് തലയുയർത്തി? അത് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുക? തല അധികം ഉയർത്തി. തലയുയർത്തി എന്നുള്ള വാക്കിനെ പിരിച്ചെഴുതിയപ്പോൾ തല അധികം ഉയർത്തി. അപ്പോ കൈവശമുള്ളവർ എന്നത് പിരിച്ചെഴുതിയപ്പോൾ കൈവശം അധികം ഉള്ളവർ. തലയുയർത്തി എന്നുള്ളതിനെ പിരിച്ചു മാറ്റിയപ്പോൾ തല അധികം ഉയർത്തി. എഴുതിയോ? ഓക്കെ. അപ്പൊ 4 എണ്ണമായിരുന്നു പിരിച്ചെഴുതിയിട്ടുള്ളത് അല്ലേ? ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഉത്തരം പറയുക എന്ന് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ തുടർ പ്രവർത്തനം തുടങ്ങുന്ന ഭാഗത്ത് ഉണ്ട്. ഉത്തരം പറയുക. കണ്ടോ? ടീച്ചർ ആദ്യം അത് പറഞ്ഞു തരാം, പിന്നെ അതിന്റെ ഇതിന് അവസാനം ടീച്ചർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും തരുന്നുണ്ട്. നിങ്ങളപ്പോൾ അത് നോക്കി നോട്ട്ബുക്കിനകത്തോട്ടൊക്കെ എഴുതി എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഉത്തരം പറയുക ഇപ്പൊ പറയാൻ പോകുന്നതാണ് ഇതാണ് കേട്ടോ. ഉത്തരം പറയുക. ഇവിടുത്തെ ആദ്യത്തെ ഉത്തരം പറയുക. നോക്കിയേ, ഫസ്റ്റ് പറയുന്നത് ടീച്ചർ വാങ്ങിക്കൊടുത്ത ഉച്ചഭക്ഷണം ഭുവനയ്ക്ക് സമാധാനത്തോടെ കഴിക്കുവാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ട്? അല്ലെ, ടീച്ചർ വാങ്ങിക്കൊടുത്ത ഉച്ചഭക്ഷണം ഭുവനയ്ക്ക് സമാധാനത്തോടെ കഴിക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? ടീച്ചർ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഇരുന്നാൽ മതി കേട്ടോ. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കി കേൾക്കുക. രാവിലെ പനിയുമായി എഴുന്നേറ്റു വന്ന അമ്മ ചിറക്കൽ പടിക്കൽ പാടത്ത് കൊയ്യുകയായിരിക്കും എന്നോർത്തപ്പോഴാണ് ടീച്ചർ വാങ്ങിക്കൊടുത്ത ഉച്ചഭക്ഷണം ഭുവനയ്ക്ക് സമാധാനത്തോടെ കഴിക്കാൻ കഴിയാനല്ലേ. കാര്യം ഭുവന രാവിലെ വീട്ടിൽ നിന്നും ഈ ഒരു പടം വരയ്ക്കാനായിട്ട് ഈ ഒരു മത്സരത്തിന് വേണ്ടി വന്നപ്പോൾ തന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു, പനിയായിരുന്നു അല്ലേ. ആ പനിയും വെച്ച് അമ്മ ചിറക്കൽ പാടത്ത് പണിയെടുക്കാൻ വേണ്ടി പോയേക്കും. അപ്പൊ അമ്മ ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നും കഴിച്ചു പോലും കാണത്തില്ല. അങ്ങനെ അതൊക്കെ ഓർത്തപ്പോൾ തന്റെ അമ്മ തനിക്ക് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുകയാണെന്നുള്ള വിഷമം കൊണ്ടാണ് ഭുവനയ്ക്ക് ടീച്ചർ വാങ്ങിക്കൊടുത്ത ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ പോലും സാധിക്കാത്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഭുവനയുടെ ചിത്രത്തെ കുറിച്ച് വിധികർത്താക്കൾ രേഖപ്പെടുത്തിയ അഭിപ്രായം എന്ത്? അല്ലേ, ആൻസർ വായിക്കാം. ഭുവനയുടെ ചിത്രം മറ്റുള്ളവയിൽ നിന്നും ഏറെ വ്യത്യസ്തവും
തനിമയേറിയതുമാണ് അല്ലെ. അതായത് ഭുവനയെ വരച്ച ചിത്രം എന്ന് പറയുന്നത് മറ്റ് കുട്ടികൾ വരച്ച ചിത്രങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വളരെ വ്യത്യസ്തമുള്ള ഒന്ന് ആയിരുന്നു. അറിയാത്ത ആകാശങ്ങളെക്കാൾ കലാകാരന് പ്രിയപ്പെട്ടത് അറിയുന്ന ഇത്തിരി വെട്ടമാണെന്ന് അമ്മ കൊയ്യുന്നു എന്ന ഈ ചിത്രം വിളിച്ചോതുന്നു അല്ലെ. കാര്യം ബാക്കി കുട്ടികള് ആ ഭീകരവാദങ്ങളും യുദ്ധങ്ങളും അതൊന്നും അവർ നേരിട്ട് കണ്ടിട്ടില്ല, അവർക്ക് നേരിട്ട് അറിയത്തില്ല, മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് ഉള്ള ഒരു അറിവേ ഉള്ളൂ. പക്ഷേ ഭുവന വരച്ചത് സ്വന്തം അമ്മയെ കുറിച്ചാണ് അല്ലെ. സ്വന്തം അമ്മ നിത്യവും ചെയ്യുന്ന ആ ഒരു ജോലി അല്ലെ, അതാണ് ആ കുട്ടി അവിടെ ചിത്രം വരച്ച് കാണിച്ചത്. അപ്പോൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ പടം വരയ്ക്കുക, അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ പറ്റി പോയി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മൾക്ക് തൊട്ട് മുന്നിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ആലോചിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നിലുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല, അങ്ങ് ദൂരെ നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നു. അപ്പൊ അതാണ് പറയുന്നത്, എന്താണ് അറിയാത്ത ആകാശങ്ങളെക്കാൾ കലാകാരന് ഒരു കുട്ടിക്ക് എപ്പോഴും വേണ്ടത് എന്താണ്, തൊട്ടടുത്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവാണ്. ഇതാണ് ഭുവനയുടെ ചിത്രത്തെ കുറിച്ച് വിധികർത്താക്കൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് 2 എണ്ണമാണ് ടീച്ചർ പറഞ്ഞത്. 2ന്റെ ആൻസർ ടീച്ചർ ഇതിനൊപ്പം തരുന്നുണ്ട്, നിങ്ങൾ നോക്കി അങ്ങ് എഴുതുക കേട്ടോ. ഒന്നുകൂടെ പറയാം. ആദ്യം പറഞ്ഞത് ടീച്ചർ വാങ്ങിക്കൊടുത്ത ഉച്ചഭക്ഷണം ഭുവനയ്ക്ക് സമാധാനത്തോടെ കഴിക്കാൻ കഴിയാനത് എന്തുകൊണ്ട് അല്ലെ. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ രാവിലെ പനിയുമായി എഴുന്നേറ്റ് വന്ന അമ്മ ചിറക്കൽ പഠിക്കൽ പാടത്ത് കൊയ്യുകയായിരിക്കും എന്ന് ഓർത്തപ്പോഴാണ് ടീച്ചർ വാങ്ങിക്കൊടുത്ത ഉച്ചഭക്ഷണം ഭുവനയ്ക്ക് സമാധാനത്തോടുകൂടി കഴിക്കാൻ കഴിയാഞ്ഞത്. രണ്ടാമത്തേത്, ഭുവനയുടെ ചിത്രത്തെ കുറിച്ച് വിധികർത്താക്കൾ രേഖപ്പെടുത്തിയ അഭിപ്രായം എന്ത്. അതിൻ്റെ ഉള്ള ഉത്തരം, ഭുവനയുടെ ചിത്രം മറ്റുള്ളവയിൽ നിന്നും ഏറെ വ്യത്യസ്തവും തനിമയേറിയതുമാണ്. അറിയാത്ത ആകാശങ്ങളെക്കാൾ കലാകാരന് പ്രിയപ്പെട്ടത് അറിയുന്ന ഇത്തിരി വെട്ടമാണെന്ന് അമ്മ കൊയ്യുന്നു എന്ന ഈ ചിത്രം വിളിച്ചോതുന്നു. ഇതാണ് ഭുവനയുടെ ചിത്രത്തെ കുറിച്ച് വിധികർത്താക്കൾ പറഞ്ഞത്. 2 അവിടെ ഉത്തരം പറയുക. അതിന് തൊട്ട് താഴെയുള്ളത് ഉത്തരം എഴുതുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഹെഡിങ് എഴുതി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് നോക്കി എഴുതി ആൻസർ ടീച്ചർ തരുന്നത് നോക്കി എഴുതുക. ഇവിടെ പറയുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭുവന വരച്ച ചിത്രം എന്തായിരുന്നു, അതിനുള്ള മേന്മകൾ എന്തെല്ലാം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഭുവന വരച്ച ചിത്രം എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ചിറക്കൽ പഠിക്കത്ത് ആ ഒരു പാടത്ത് ജോലി ചെയ്യുന്ന തന്റെ സ്വന്തം അമ്മ അല്ലെ, അമ്മയെ കുറിച്ചിട്ടുള്ള പടമാണ് ആ കുട്ടി അവിടെ വരച്ചത് അല്ലേ. അപ്പൊ നോക്കിയ ആൻസർ ടീച്ചർ വായിക്കാമേ. ചിറക്കൽ പഠിക്കൽ പാടത്ത് തലയിൽ തോർത്ത് കെട്ടി കുഴിഞ്ഞു നിന്ന് കൊയ്യുന്ന അമ്മയുടെ ചിത്രമാണ് ഭുവന വരച്ചത്. ഊത നിറത്തിൽ മണ്ണ് അല്ലെ, മണ്ണിന്റെ നിറം, പിന്നെ തങ്ക നിറത്തിൽ വയൽ, വിളഞ്ഞു നിൽക്കുന്ന വയല്, പിന്നെ കരിക്കട്ടെ പോലെ അമ്മ, കറുത്ത നിറത്തിൽ അല്ലെ, വെയിലത്ത് നിന്ന് പണിയെടുത്ത് ആ കറുത്ത നിറത്തിലുള്ള അമ്മ, മുകളിൽ ചാരം മൂടി ആകാശത്തിന് നടുക്ക് ഒരു കനൽക്കട്ടയായി സൂര്യൻ അല്ലെ, ആകാശത്ത് തീ പോലെ ഗോളമായിട്ട് നിൽക്കുന്ന സൂര്യൻ, ഇടയിൽ ചിറകു കരിഞ്ഞ് മണ്ണിലേക്ക് വീഴാനായിരുന്ന ഒരു പക്ഷി അല്ലെ, ചൂട് കാരണം കരിഞ്ഞ് അല്ലെങ്കിൽ ദേഹത്തിലെ ചിറകെല്ലാം കുഴഞ്ഞ് താഴോട്ട് വീഴാനായിട്ട് പോകുന്ന പക്ഷി. ഇത്തരത്തിൽ മനോഹരമായി വരച്ചിരിക്കുന്ന ചിത്രം ഏറെ വ്യത്യസ്തവും തനിമയേറിയതുമാണ്. ഇങ്ങനെ ഇത്തരത്തില് പ്രകൃതിയും തന്റെ അമ്മയെല്ലാം കൂടെ ഒരുമിച്ച് വരച്ച ആ ചിത്രം വളരെയധികം മറ്റു കുട്ടികൾ വരച്ച ചിത്രത്തിനേക്കാൾ വളരെ വ്യത്യസ്തവും അതുപോലെ നമുക്ക് കാണുമ്പോൾ വളരെ ഇഷ്ടം തോന്നുന്നതുമായിട്ടുള്ള ഒരു ചിത്രം ആയിരുന്നു നമ്മുടെ ഭുവന വരച്ച ചിത്രം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അറിയാത്ത ആകാശങ്ങളെക്കാൾ കലാകാരന് പ്രിയപ്പെട്ടത് അറിയുന്ന ഇത്തിരി വെട്ടമാണ്. വിധികർത്താക്കളുടെ ഈ അഭിപ്രായത്തെ ഭുവനയുടെ ചിത്രവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക അല്ലെ. കാര്യം അവിടുത്തെ വിധികർത്താക്കള് ഈ ഭുവനയുടെ ചിത്രത്തിന് ഫസ്റ്റ് കൊടുത്തതിന് ശേഷം പറയുന്നു, അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ പറ്റി വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ വരയ്ക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പ്രസ്താവന, അങ്ങനെ ആ വിധികർത്താക്കൾ പറഞ്ഞ ആ ഒരു പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം, അതെന്താണെന്ന് വിശദീകരിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത്. ആൻസർ ടീച്ചർ വായിക്കാൻ നോക്കുക. കൂട്ടുകാരെല്ലാം തങ്ങൾ വരയ്ക്കാൻ പോകുന്ന വിഷയം ആഹ്ലാദത്തോടെ പറയുമ്പോൾ താൻ എന്താണ് വരയ്ക്കേണ്ടതെന്ന് ഭുവനയ്ക്ക് നിശ്ചയമില്ലായിരുന്നു അല്ലെ. കാര്യം ആ ഹാളിൽ കയറി കുട്ടികളെല്ലാം വല്ല വിദേശത്തിൽ നിന്ന് കൊണ്ടുവന്ന കളർ പെൻസിലൊക്കെ കൊണ്ടുവന്ന് വരയ്ക്കാനായിട്ട് ഞാൻ ഇന്നതാണ് വരയ്ക്കുന്നത്, ഇന്ന നിറമാണ് കൊടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭുവനയുടെ മുന്നിൽ താൻ എന്താണ് വരയ്ക്കാൻ പോകുന്നത്, താൻ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കുന്നത് ഒന്നും അറിയാത്തൊരു ശൂന്യമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അവർ തിരഞ്ഞെടുത്തത് യുദ്ധം, സാക്ഷരതാ ക്ലാസ്, തിരഞ്ഞെടുപ്പ്, പഞ്ചാബിലെ ഭീകരർ തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഭുവനയുടെ അറിവിനും അപ്പുറമായിരുന്നു അല്ലെ. അപ്പൊ ആ കുട്ടികൾ എടുത്തത് സാക്ഷരത, അതുപോലെ തന്നെ എന്താണ്
തിരഞ്ഞെടുപ്പ്, പഞ്ചാബിലെ ഭീകരർ തുടങ്ങി ഈ വിഷയങ്ങളൊന്നും നമ്മുടെ ഭുവന ഇതെല്ലാം കേൾക്കുന്നുണ്ട്. മറ്റു കുട്ടികൾ വരയ്ക്കാൻ പോകുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഭുവന കേൾക്കുകയാണ് അല്ലേ. ഭുവനയ്ക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല, ഭുവനയ്ക്ക് ഇത് എന്തുവാണെന്നൊന്നും അറിയത്തില്ല അല്ലേ. അവൾക്കറിയാവുന്നത് അവരുടെ അനുഭവങ്ങൾ മാത്രമായിരുന്നു. ഒടുവിൽ അത് തന്നെയാണ് ഭുവന വരച്ചത്. അവൾ നിത്യവും കാണുന്ന അമ്മയുടെ ദയനീയ രൂപം അത്രയും തനിമയോടെ വരയ്ക്കാൻ ആ കുട്ടിക്ക് മറ്റ് അനുഭവങ്ങളില്ലായിരുന്നു. കാര്യം അവൾക്ക് എന്താണ് ഒരു അനുഭവവും ഇല്ല. അവൾക്ക് ആകെയുള്ളത്, അവൾക്ക് ഇന്നും ചിന്തയുള്ളതും തൻ്റെ അമ്മ അവളെ വളർത്താൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് അസുഖമില്ലെങ്കിൽ പോലും ജോലിക്ക് പോയി കഷ്ടപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കുട്ടി എന്ത് ചെയ്യുന്നത്, വളർത്തുന്നത്. അപ്പൊ അത് മാത്രമാണ് ഭുവനയ്ക്ക് എന്നും തന്റെ മനസ്സിലുള്ള ചിന്ത. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഭുവന ആ അമ്മയെ പറ്റി തന്നെ എന്ത് ചെയ്തത്, അവിടെ ചിത്രം വരയ്ക്കാനായിട്ട് തീരുമാനിച്ചത്. രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു അവിടെ ഉള്ളത്. ഭുവന വരച്ച ചിത്രം എന്തായിരുന്നു, അതിനുള്ള മേന്മകൾ എന്തെല്ലാം? ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ചെറുക്കൽ പഠിക്കൽ പാടത്തിൽ തലയിൽ തോർത്ത് കെട്ടി കുഴിഞ്ഞു നിന്ന് കൊയ്യുന്ന അമ്മയുടെ ചിത്രമാണ് ഭുവന വരച്ചത്. ഊത നിറത്തിൽ മണ്ണ്, തങ്ക നിറത്തിൽ വയൽ, കരിക്കട്ട പോലെ അമ്മ, മുകളിൽ ചാരം മൂടി ആകാശത്തിന് നടുക്കൊരു കനൽ കട്ടയായി സൂര്യൻ, ഇടയിൽ ചിറക് കരിഞ്ഞ മണ്ണിലേക്ക് വീഴാനായിരുന്നൊരു പക്ഷി. ഇത്തരത്തിൽ മനോഹരമായി വരച്ചിരിക്കുന്ന ചിത്രം ഏറെ വ്യത്യസ്തവും തനിമയേറിയതുമാണ്. രണ്ടാമത്തേത്, അറിയാത്ത ആകാശങ്ങളെക്കാൾ കലാകാരന് പ്രിയപ്പെട്ടത് അറിയുന്ന ഇത്തിരി വട്ടമാണ്. വിധികർത്താക്കളുടെ ഈ അഭിപ്രായത്തെ ഭുവനയുടെ ചിത്രവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, കൂട്ടുകാരെല്ലാം തങ്ങൾ വരയ്ക്കാൻ പോകുന്ന വിഷയം ആഹ്ലാദത്തോടെ പറയുമ്പോൾ താൻ എന്താണ് വരയ്ക്കേണ്ടതെന്ന് ഭുവനയ്ക്ക് നിശ്ചയമില്ലായിരുന്നു. അവർ തിരഞ്ഞെടുത്ത യുദ്ധം, സാക്ഷരതാ ക്ലാസ്, തിരഞ്ഞെടുപ്പ്, പഞ്ചാബിലെ ഭീകരർ തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഭുവനയുടെ അറിവിനും അപ്പുറമായിരുന്നു. അവൾക്കറിയാവുന്നത് അവരുടെ അനുഭവങ്ങൾ മാത്രമാണ്. ഒടുവിൽ അത് തന്നെയാണ് ഭുവന വരച്ചത്. അവൾ നിത്യവും കാണുന്ന അമ്മയുടെ ദയനീയ രൂപം അത്രയും തനിമയോടെ വരയ്ക്കാൻ ആ കുട്ടിക്ക് മറ്റനുഭവങ്ങൾ ഇല്ലായിരുന്നു. പിന്നെ ഇത്രയും ആയിട്ട് 4 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഉള്ളത്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ടീച്ചർ ഈ 4 ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇപ്പം തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമ്മളിപ്പോൾ പഠിച്ച അർത്ഥം, അതുപോലെ തന്നെ വിഗ്രഹിക്കുക, അതുപോലെ പിരിച്ചെഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചർ തന്നതെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കും. ടീച്ചർ കാണിക്കുമ്പോൾ എഴുതിയെടുക്കും. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനമുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസർ, ടീച്ചർ തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ, അതൊന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് വേണം ടീച്ചർ ഈ ക്ലാസ് പഠിപ്പിക്കുന്നത്. അതായത് ടീച്ചർ ഇപ്പോൾ നോട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ആദ്യം ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ, അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ടീച്ചർ പറയുന്നത് വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയ നോട്ടുമായിട്ട് വെച്ച് നോക്കുക. കേട്ടോ? ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ ഇതിനകത്ത് തന്ന അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, നിങ്ങളുടെ കോപ്പിറൈറ്റ് ബുക്കിനകത്തോട്ട് എഴുതി പഠിക്കുക. അർത്ഥമൊക്കെ ഒരു 5 ടൈംസ് ഒക്കെ എഴുതി പഠിക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഉത്തരം പറയുക എന്നുള്ളതൊക്കെ ഒരു 2 വട്ടം വെച്ചൊക്കെ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് എഴുതി നോക്കുക. പിന്നെ നിങ്ങൾ പഠിച്ചതിന് ശേഷം കാണാതെ എന്ത് ചെയ്യുക, ഈ കോപ്പിറൈറ്റ് ബുക്കിനകത്തുള്ളത് എഴുതി നോക്കുക. കേട്ടോ? എല്ലാവരും കോപ്പിറൈറ്റ് ബുക്ക് എഴുതിയിട്ട് ടീച്ചർ അടുത്ത ദിവസം പറയുന്ന പോലെ സബ്മിറ്റ് ചെയ്യണേ, എല്ലാവരും അയച്ചു കൊടുക്കണേ. ഓക്കെ, ഇത്രയും ഇഷ്ടപ്പെട്ട മലയാളി ഒരു ക്ലാസ്. അപ്പോൾ തന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക, എഴുതി പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കാം. താങ്ക് യു.